എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്ന് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. +1 കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് പൊളിറ്റിക്കൽ സയൻസ് എങ്ങനെ പഠിച്ചെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ മാർക്ക് സ്കോർ ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് ചാപ്റ്റർ വൈസ് നമുക്ക് പറഞ്ഞു പോകാം. ആദ്യം തന്നെ ഞാൻ നമ്മുടെ ആ ഒരു കണ്ടൻറ്റ് കുറച്ചൊക്കെ എടുത്തു നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ആ പറയുന്നതനുസരിച്ച് നിങ്ങളത് ക്ലിയർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100-ൽ 100 മാർക്കും മേടിക്കാൻ പറ്റുന്നു. തുടക്കം ഞാൻ ഒരു പൊളിറ്റിക്കൽ സയൻസ് അധ്യാപികയായിട്ട് ഞാൻ നിലവിൽ പഠിപ്പിച്ചു വരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പൊളിറ്റിക്കൽ സയൻസ് ഒരുപാട് ഇപ്പം ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വിഷയമൊന്നുമല്ല. അല്ലെങ്കിൽ നമുക്കൊരു നോവലോ അല്ലെങ്കിൽ ഒരു തമാശ കഥയോ ഒന്നും തന്നെയല്ല പൊളിറ്റിക്കൽ സയൻസ്. കുറേയേറെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമുള്ള വിഷയം തന്നെയാണ് പൊളിറ്റിക്കൽ സയൻസ്. അപ്പം നമ്മൾ കുട്ടികൾക്ക് ആദ്യം വേണ്ടത് മോട്ടിവേഷനാണ്. മോട്ടിവേഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഏതൊരു സബ്ജക്റ്റിനെയും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ള മെയിനായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം കുറേയേറെ സ്റ്റുഡൻസ് എപ്പോഴും വായിക്കുമ്പോഴത്തേക്ക് എളുപ്പമുള്ള വിഷയത്തെ എന്ത് ചെയ്യുന്നു, അവരെപ്പോഴും വായിച്ചുകൊണ്ടിരിക്കും. പാടുള്ള വിഷയത്തെ അവരങ്ങ് മാറ്റിവെക്കും. അപ്പോൾ ഇനി പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എളുപ്പമുള്ള വിഷയത്തെ നമ്മൾ ഇനി എങ്ങനെയൊക്കെ പഠിച്ചാൽ ആ വിഷയം നമ്മൾ ജയിക്കും. ഏറ്റവും ടഫായിട്ടുള്ള വിഷയം ഏതാണോ ആ വിഷയത്തെ നമ്മൾ വീണ്ടും വീണ്ടും റെഫർ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് മാർക്കുകൾ സ്കോർ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിൽ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്നതാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭരണഘടന എന്തുകൊണ്ട്, എങ്ങനെ എന്നാണ് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ. അപ്പോൾ എന്താണ് ഭരണഘടന? അപ്പം നമ്മൾ അതിൻ്റെ കണ്ടൻ്റ് ഒന്ന് മനസ്സിലാക്കണം. എന്താണ് ഭരണഘടന, അല്ലെങ്കിൽ ഭരണഘടന എങ്ങനെയൊക്കെയാണ് ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര ആർട്ടിക്കിൾസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര പാർട്ടുകളുണ്ട്, അല്ലെങ്കിൽ എത്ര ഷെഡ്യൂൾസ് ഉണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീപ്പായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പം ആദ്യത്തെ ചാപ്റ്ററിൽ നമുക്ക് ഭരണഘടന നിലവിൽ വന്ന വർഷം എന്നാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആരാണ് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നും ഭരണഘടന കടമെടുത്തു, അതുപോലെ തന്നെ എന്ത് കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ എന്നതിനെക്കുറിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ത്യ പോലത്തുള്ള രാജ്യങ്ങളിൽ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറയാം. അപ്പം നമുക്കിതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷനിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്കൊരു ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് 395 ആർട്ടിക്കിൾസും 12 ഷെഡ്യൂൾസും 22 പാർട്സും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. ആ ഇന്ത്യൻ ഭരണഘടനയിൽ മറ്റ് വ്യത്യസ്ത തരത്തിലുള്ള രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ഭരണഘടനയിലേക്ക് നമ്മൾ കടമെടുത്തിരിക്കുന്നു. അങ്ങനെ മറ്റു ഭരണഘടനയിൽ നിന്നും വളരെയധികം വ്യത്യാസമായിട്ടാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലനിന്ന് പോകുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ 395 ആർട്ടിക്കിൾസ് ഉണ്ട്, 12 ഷെഡ്യൂൾസ് ഉണ്ട്, 22 പാർട്സ്. ഇതെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതാണ് അതിൻ്റെ പ്രത്യേകത. എന്താണ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ? എഴുതപ്പെട്ട ഭരണഘടനയാണ്, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ലോ ഓഫ് ദി ലാൻഡിനെയാണ് നമ്മൾ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. ഇനി നമുക്ക് ചാപ്റ്റർ വൈസിലേക്ക് കടക്കാം. ഒന്നാമത്തെ നമ്മുടെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ അപ്പം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദി ഫണ്ടമെൻ്റൽ ലോ ഓഫ് ദി കൺട്രി. ഒരു രാഷ്ട്രത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് ലിഖിതമായാലും അലിഖിതമായിട്ടുള്ള പ്രമാണത്തെയാണ് നമ്മൾ ഭരണഘടന എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ജനറലി
കൺസിഡേർഡ് ആസ് ദ പ്രൈമറി കോഡ് ഓഫ് ദി സ്റ്റേറ്റ്. നമ്മുടെ ഒരു പരമോന്നത നിയമസംഹിതയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഭരണഘടന എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദ ഗവൺമെൻറ് ആൾസോ ഫങ്ഷൻസ് ദ ബേസിസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഗവൺമെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിൽ സംഘടിപ്പിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിശ്ചയിക്കുന്നത് നമ്മുടെ ഭരണഘടനാ മുഖാന്തരമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അതുപോലെ ഇൻ അതർ വേഴ്സ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ കോഡ് ഓഫ് ലോ, ദ സ്റ്റേറ്റ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദി ഗവൺമെൻറ്. അപ്പോൾ സ്റ്റേറ്റിൻ്റെയൊക്കെ ഫങ്ഷൻസ് എല്ലാം നിറവേറ്റുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടനയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ഡു വി നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ? നമുക്കൊരു ഭരണഘടനയുടെ ആവശ്യം എന്താണെന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്കല്ല, അതിനകത്ത് രണ്ടാമത്തെ ഹെഡിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ഇന്ത്യ ബിക്കം എ റിപ്പബ്ലിക് ഓൺ 26 ജനുവരി. അപ്പോൾ നമുക്ക് 26 ജനുവരി 1950. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് 1950 ജനുവരി 26 നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ബിഗ്ഗസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി വേൾഡ്. നമ്മുടെ ലോകത്തിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യയിലെ ഭരണഘടന എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് 395 ആർട്ടിക്കിൾസ് ആൻഡ് 12 ഷെഡ്യൂൾസ് ആൻഡ് 22 പാർട്സ്. ഇറ്റ് ക്യാൻ ബി പ്രൊവൈഡ് ദാറ്റ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ 395 അനുച്ഛേദവും 12 പട്ടികയും 22 ഭാഗങ്ങളും അടങ്ങിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ബോറോവഡ് ഫ്രം ദി സെവറൽ ഫീച്ചേഴ്സ് ഫ്രം ദി അതർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ അതർ കൺട്രീസ് എന്ന് പറയുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അതർ കൺട്രീസ്, പല രാജ്യങ്ങളിൽ നിന്നുമാണ് നമ്മുടെ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നു. അപ്പോൾ നമ്മുടെ ചെറിയൊരു കണ്ടിയ മാത്രം അല്ലെങ്കിൽ ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ ഭരണഘടനയെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഇതിനകത്ത് മെയിനായിട്ട് നമ്മുടെ ഭരണഘടനയൊക്കെ പഠിക്കുന്നതിന് മുന്നേയും നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നതിന് തൊട്ട് മുന്നേയും നമുക്ക് ഓർക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫാദർ ഓഫ് ദ പൊളിറ്റിക്കൽ സയൻസ് ഓഫ് അരിസ്റ്റോട്ടിൽ എന്ന വാക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഫാദർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരിസ്റ്റോട്ടിലാണെന്ന് പറയാം. അപ്പോൾ ഈ അരിസ്റ്റോട്ടിൽ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡി ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഫങ്ഷൻസ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ദർ ആർ ദ സോ മെനി ഏരിയസ് ടു കണ്ടക്ട് ദാറ്റ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം നമ്മൾ ഒരുപാട് ഏരിയകളെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണ പഠിക്കുന്ന ഒന്നാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നു. അപ്പം നമ്മൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ചെറിയ ഒരു കണ്ടിയം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ഭരണഘടന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഴുതപ്പെട്ട ലിഖിതമായിട്ടുള്ള ഏതിനെയും നമ്മൾ ഒരു ഭരണഘടന എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നു. അങ്ങനെ നമുക്ക് എഴുതി വെച്ചിട്ടുള്ളതായതുകൊണ്ടാണ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ആശയമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെയാണോ അവർ എഴുതി വെച്ചിരിക്കുന്നത് ആ രീതിക്ക് അനുസരിച്ചായിരിക്കും നമ്മുടെ ഒരു രാജ്യം എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയനുസരിച്ച് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതുവരെയും ഒരു ചേഞ്ചസുകളും ഇല്ലാത്ത ഒരു ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യയിലെ ഭരണഘടന എന്ന് പറയാം. കാര്യം പല രാജ്യങ്ങളിലും ഒരുപാട് യുദ്ധങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന സാഹചര്യങ്ങളിൽ ഭരണഘടനയിൽ ഒരുപാട് ചേഞ്ചസുകൾ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. പക്ഷേ നമ്മുടെ ഇന്ത്യ പോലത്തുള്ള രാജ്യങ്ങളിൽ ഭരണഘടനയിൽ ഇതുവരെയും നമുക്ക് ചേഞ്ചസുകളൊന്നും തന്നെയും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വർഷം ചെല്ലുന്തോറും ഇനി വരാൻ പോകുന്ന വർഷങ്ങളായാൽ പോലും നമ്മുടെ ഭരണഘടനയിൽ ഇന്ന കാര്യങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് ഭരണഘടനാ കർത്താക്കൾ നേരത്തെ തന്നെ മുന്നേ കണ്ടതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ദ ഫസ്റ്റ് പ്രസിഡന്റ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അപ്പോൾ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ കുറച്ച് ഖണ്ഡികയായിട്ട് നമ്മൾ മനസ്സിലാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിൽ നമുക്ക് 100ൽ 100 മാർക്ക് മേടിക്കാൻ പറ്റുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഒപ്പം നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക.